ടെക് ലോകത്ത് നിന്നുള്ള വാർത്തകൾ. ഇലക്ട്രിക് ഹൈബ്രിഡ് വാഹനങ്ങൾ ഇനി ശബ്ദം പുറപ്പെടുവിക്കുന്നത് നിർബന്ധമാക്കുന്നു. നിശബ്ദമായി പോകുന്ന ഇവികൾ അപകട സാധ്യത സൃഷ്ടിക്കുമെന്ന വിലയിരുത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് മാറ്റം. ഇന്റേണൽ കമ്പസ്റ്റൻ എഞ്ചിനുകളുള്ള വാഹനങ്ങളെക്കാൾ നിശബ്ദമായി സഞ്ചരിക്കുന്ന ഇലക്ട്രിക് വാഹനങ്ങൾ വരുമ്പോൾ കാൽനടയാത്രക്കാർക്ക് മുന്നറിയിപ്പ് നൽകുക എന്നതാണ് ലക്ഷ്യം. ശബ്ദമില്ലാത്ത യാത്ര അപകട സാധ്യത സൃഷ്ടിക്കുന്നെന്ന വിലയിരുത്തലുകളുടെ അടിസ്ഥാനത്തിൽ കേന്ദ്ര മോട്ടോർ വാഹന ചട്ടത്തിൽ ഭേദഗതി വരുത്താനുള്ള കരട് വിജ്ഞാപനം പുറത്തിറക്കി. സഞ്ചരിക്കുമ്പോൾ നിശ്ചിത ശബ്ദം പുറപ്പെടുവിക്കുന്ന അക്യൂസ്റ്റിക് വെഹിക്കിൾ അലർട്ടിംഗ് സിസ്റ്റം അഥവാ AVAS പുതിയ വാഹനങ്ങളിൽ ഉൾപ്പെടുത്താനാണ് നിർദ്ദേശം. 2026 ഒക്ടോബർ 1 മുതൽ വിപണിയിലിറങ്ങുന്ന പുതിയ മോഡൽ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് ഇത് നിർബന്ധമാക്കും. ചില കമ്പനികളുടെ ചില മോഡലുകളിൽ നിലവിൽ AVAS ഉണ്ട്. യൂറോപ്യൻ യൂണിയൻ, US, ജപ്പാൻ, ചൈന തുടങ്ങിയ രാജ്യങ്ങളിൽ AVAS നടപ്പാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വരാനിരിക്കുന്ന അർബൻ ക്രൂയിസർ ഹൈറൈഡർ എയ്റോ പതിപ്പിന്റെ ടീസർ പുറത്തുവിട്ട് ടൊയോട്ട. സ്റ്റൈലും സാങ്കേതികവിദ്യയും ഒരുപോലെ ആഗ്രഹിക്കുന്നവർക്ക് പുതിയ ഹൈറൈഡർ എയ്റോ എഡിഷൻ ഒരു മികച്ച ഓപ്ഷനായിരിക്കും. കമ്പനിയുടെ സോഷ്യൽ മീഡിയ പേജുകളിലാണ് ടീസർ ചിത്രം വന്നത്. ചിത്രം കോമ്പാക്ട് SUVയുടെ പൂർണ്ണമായ കറുപ്പ് പതിപ്പ് പ്രദർശിപ്പിക്കുന്നു. സ്റ്റാൻഡേർഡ് മോഡലിനേക്കാൾ വ്യത്യസ്തവും പ്രീമിയവുമാക്കുന്ന തരത്തിൽ എക്സ്റ്റീരിയറിലും ഇന്റീരിയറിലും ചില സ്റ്റൈലിഷ് മാറ്റങ്ങൾ ഇതിൽ ലഭിക്കും. ടൊയോട്ട ഹിലക്സ് എഡിഷനോട് സാമ്യമുള്ള ഒരു കറുത്ത പെയിന്റ് സ്കീം പുതിയ എയ്റോ എഡിഷനിൽ ഉൾപ്പെടും. ഗ്രില്ലിൽ ഫോക്സ് കാർബൺ ഫൈബർ ഫിനിഷും മറ്റ് അപ്ഗ്രേഡുകളും ഉണ്ടാകും. വാഹനത്തിന്റെ പവർ ട്രെയിൻ മാറ്റമില്ലാതെ തുടരുന്നു. CNG, ഹൈബ്രിഡ് സാങ്കേതിക വിദ്യ എന്നിവയുൾപ്പെടെ വരുന്ന അതേ 1.5 ലിറ്റർ പെട്രോൾ എഞ്ചിൻ തന്നെയായിരിക്കും ഇതിൽ ഉൾപ്പെടുത്തുക. അതേസമയം കേന്ദ്ര സർക്കാരിന്റെ പുതിയ GST പരിഷ്കാരങ്ങൾ കാരണം ടൊയോട്ട ഹൈറൈഡറിന്റെ വിലയിൽ 65,400 രൂപയോളം കുറവുണ്ടായി. SUVയുടെ വില ഇപ്പോൾ 10,95,000 രൂപ മുതൽ 19,76,000 രൂപ വരെയാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. പെട്രോൾ, ഡീസൽ ബൈക്കുകളുടെ വില കുറഞ്ഞതോടെ ഇലക്ട്രിക് സ്കൂട്ടർ വിപണി പ്രതിസന്ധിയിൽ. വിൽപ്പനയിൽ പിടിച്ചു നിൽക്കാൻ കനത്ത വിലക്കുറവും ഓഫറുകളുമാണ് EV വാഹന നിർമ്മാതാക്കൾ നൽകുന്നത്. പുതിയ GST ഘടന നിലവിൽ വന്നതോടെ 350cc വരെ എഞ്ചിൻ ശേഷിയുള്ള ബൈക്കുകളുടെയും സ്കൂട്ടറുകളുടെയും വില കുത്തനെ കുറഞ്ഞതാണ് EV സ്കൂട്ടറുകൾക്ക് വെല്ലുവിളിയായത്. നേരത്തെ 28% GST-യാണ് 18% കുറച്ചത്. അതേസമയം പ്രീമിയം ബൈക്കുകളുടെ GST 40% ഉയർത്തി. എന്നാൽ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് നിലവിലുള്ള 5% GST നിരക്ക് തന്നെ തുടർന്നു. ഓല ഇലക്ട്രിക് വിലക്കുറവോടെ മുഹൂർത്ത മഹോത്സവം വിൽപ്പന ആരംഭിച്ചിട്ടുണ്ട്. ഗ്രീവ്സ് ഇലക്ട്രോണിക്സ് മൊബിലിറ്റിയുടെ പ്രമുഖ ഇലക്ട്രോണിക് സ്കൂട്ടറുകളായ മാഗ്നസ് നിയോ, നെക്സസ് എന്നിവയ്ക്ക് ആകർഷമായ ഉത്സവ സീസൺ ഓഫറുകൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. രാജ്യത്തുടനീളം ഈ ആനുകൂല്യങ്ങൾ ലഭ്യമാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കേരള പോലീസിന്റെ പെട്രോളിംഗ് ഇനി മുതൽ ഏഥറിൽ. 16 ഇലക്ട്രിക് സ്കൂട്ടറുകളാണ് സേനയുടെ ഭാഗമായത്. പോലീസ് വരുമ്പോൾ ജീപ്പിന്റെ ശബ്ദം കേട്ടും ബീക്കൺ ലൈറ്റ് കണ്ടും ഓടിയൊളിക്കുന്ന കാലം കഴിഞ്ഞു. ഇനി കേരള പോലീസ് എത്തുന്നത് ഒട്ടും ശബ്ദമുണ്ടാക്കാതെയാകും. അതിന് അവർക്ക് കൂട്ടായുള്ളത് ഏതർ റിസ്തയുടെ ഇലക്ട്രിക് സ്കൂട്ടറുകളും. സിറ്റി പെട്രോളിംഗിനാണ് കേരള പോലീസ് 16 പുതിയ ഏതർ റിസ്ത ഇലക്ട്രിക് സ്കൂട്ടറുകൾ വാങ്ങിയിരിക്കുന്നത്. ഇന്ത്യൻ ഇരുചക്ര വൈദ്യുത വാഹന വിപണിയിലെ പങ്കാളിത്തം വിപുലപ്പെടുത്താനുള്ള ഏഥറിന്റെ ശ്രമങ്ങൾക്കുള്ള ഒരു അംഗീകാരം കൂടിയാണ് കേരള പോലീസ് കൂടെ കൂട്ടിയ 16 റിസ്ത സ്കൂട്ടറുകൾ. ചിലവ് കുറവാണെന്നതും കൈകാര്യം ചെയ്യാൻ എളുപ്പമാണെന്നതും തിരക്കിലും എളുപ്പം കൊണ്ടുപോകാനാവുമെന്നതുമെല്ലാം ഏഥറിന് ഗുണം ചെയ്യും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.